രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ വൈഷ്ണവ സുദർശനത്തിൽ നമ്മൾ ഓരോ ദിവസത്തെയും രാമകഥ പാരായണം ചെയ്യുന്ന അത്രയും ഭാഗങ്ങളിലെ രാമകഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരായണം ചെയ്യാൻ സമയം ലഭിക്കാത്ത ഭക്തന്മാർക്ക് എപ്പോഴെങ്കിലും ആ ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഒരു വലിയ ഒരു പുണ്യമായിരിക്കും. എപ്പോഴും നമ്മളുടെ കൂടെ എപ്പോഴും ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ആ ഒരു സാമീപ്യം എപ്പോഴും നമുക്കുണ്ടാകും. ആ രാമകഥ കേൾക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കഥയിലൂടെയാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭക്തി വളരുകയും ചെയ്യും. അപ്പോൾ വായിക്കാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കഥ ഇങ്ങനെ പറയുന്നത്. കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് രാമായണം വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇന്ന് വരെയുള്ള എല്ലാ പാരായണങ്ങളും നമ്മൾ വൈഷ്ണവ സുദർശനത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധിക്കുന്ന എല്ലാ സജ്ജനങ്ങളും അത് എടുത്ത് കേൾക്കണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയിരുന്ന ഭാഗം എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ ആ ഒരു സംസ്കാര കർമ്മങ്ങളൊക്കെ ഉചിതമായ രീതിയിൽ നിർവഹിച്ചു ഭരതൻ. അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വസിഷ്ഠ മഹർഷി ഭരതനോട് പറയുകയാണ്, രാജ്യം ഭരിക്കാൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങും, അതുകൊണ്ട് ഭരത നീ രാജ്യം ഭരിക്കണമെന്ന് പറയുകയും, പക്ഷേ ഭരതൻ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഭരതൻ പറയുന്നത്, എൻ്റെ ജ്യേഷ്ഠനാണ് രാജാവ്, എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ടുള്ള ഉള്ളതാണ് എൻ്റെ ജീവിതം. ഞങ്ങളുടെ 3 അനുജന്മാരും ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ വെറും ഭൃത്യന്മാർ മാത്രമാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഏക ആശ്രയം. അദ്ദേഹം കാട്ടിലുള്ള സമയത്താണെങ്കിലും അദ്ദേഹം തന്നെയാണ് രാജാവ്. അതുകൊണ്ട് നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനും അനുജനും അതുപോലെ തന്നെ കുലഗുരുവായിട്ടുള്ള അങ്ങും നമ്മുടെ ഈ സമസ്ത പ്രജകളും അതേപോലെ തന്നെ ചതുരംഗിണി സേനയും ആന, തേര്, കുതിര, കാലാൾപ്പട എല്ലാവരും ഒരുമിച്ച് പോയി നമുക്ക് ജ്യേഷ്ഠനോട് വരാൻ പറയണം. ജ്യേഷ്ഠനെ നമുക്ക് കാട്ടിൽ വെച്ച് തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അതുകൊണ്ട് അഭിഷേക സാമഗ്രികളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ കേൾക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നമുക്ക് ജ്യേഷ്ഠനെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ നേരം പുലർന്നു. ഉടൻ തന്നെ ആ സുമന്ത്രര് ആ രഥം കൊണ്ടുവരാനായിട്ട് ഭടന്മാരെ നിയോഗിച്ചു. അങ്ങനെ രഥം കൊണ്ടുവന്നു. അങ്ങനെ ആ ചതുരംഗിണി സേന ഉൾപ്പെടെയുള്ള ആ ഒരു സൈന്യം, അതുപോലെ തന്നെ പ്രജകളും എല്ലാവരും ഒരുമിച്ച് യാത്ര ആരംഭിച്ചു. അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്നു. അതുപോലെ ആൾക്കാരെ കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ജനങ്ങളാണ് രാമനെ തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യവുമായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ അവർ ഗംഗയുടെ ആ ഒരു ഗംഗാതീരത്തെത്തിയപ്പോഴത്തേക്കും ഗുഹൻ നോക്കിയപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാം, വളരെ ചതുരംഗപ്പടയോടുകൂടിയോ അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളോടുകൂടി എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇവർ എൻ്റെ സ്വാമിയായിട്ടുള്ള, എൻ്റെ പ്രഭുവായിട്ടുള്ള, എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ രാമനെ ആക്രമിക്കാനെങ്ങാനും പോവുകയാണോ ഇവർ എന്ന് അദ്ദേഹം സംശയിച്ചു. അദ്ദേഹം ഒരു നൈഷാദ വംശത്തിൽ പിറന്നയാളാണ്.
അപ്പോൾ അദ്ദേഹത്തിന് വലിയ അറിവൊന്നുമില്ല. തന്നെയല്ല, ഭരതൻ കുറേ വർഷം 10-14 വർഷം അയോധ്യയിൽ ഇല്ലായിരുന്നു താനും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വംശത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു, നിഷാദ വംശത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു, ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ആയുധങ്ങളുമായിട്ട്. ഇവർ കാട്ടിലേക്ക് പോയി രാമനെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ വല്ലതും പോകുവാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ആരും ഇപ്പോൾ വള്ളമൊന്നും ഇറക്കരുത് നദിയിലേക്ക്. ഇവർ രാമനോട് യുദ്ധത്തിനാണ് പോകുന്നതെങ്കിൽ ഒരാളെ പോലും നമുക്ക് അക്കരെ കടത്താൻ പാടില്ല, നമുക്ക് മാറി നിൽക്കണം ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർ ബലം പ്രയോഗിച്ച് നമ്മളെ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മളും നമ്മുടെ ആയുധങ്ങളൊക്കെ സജ്ജമാക്കി വയ്ക്കണം. ഒരു കാരണവശാലും ഇവർ എൻ്റെ പ്രഭുവിൻ്റെ അടുത്തേക്ക് എത്താൻ പാടില്ല എന്ന് ഗുഹൻ പറയുകയാണ്. എന്തായാലും ഞാൻ അവിടെ ചെന്ന് അവരുടെ ആഗമന ഉദ്ദേശം എന്താണെന്നൊന്ന് ചോദിച്ചു വരാം എന്ന് പറഞ്ഞ് ആ ഗുഹൻ ഭരതനെ അടുത്തേന്ന് സ്തുതിച്ച് വന്ദിക്കുകയാണ്. അങ്ങനെ ആ ഭരതൻ നടന്ന കാര്യങ്ങളെല്ലാം ഗുഹനോട് പറയുകയാണ്. അത് കേട്ടതും ഗുഹന് അത് കണ്ണുനീരോട് കൂടിയാണ് കേൾക്കാൻ സാധിച്ചത്. അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു രാമൻ്റെ അനുജനെ ഞാൻ സംശയിച്ചുവല്ലോ എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം ഭരതനോട് പറയുകയാണ്, ഭരതൻ ഗുഹനോട് പറയുകയാണ്, അങ്ങ് എത്ര ഭാഗ്യശാലിയാണ്. അങ്ങേ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അങ്ങേ മാറോട് ചേർത്ത് അങ്ങേ പുണർന്നില്ലേ. എൻ്റെ ജ്യേഷ്ഠൻ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിക്കല്ലാതെ മറ്റാർക്കാണ് ഈ ഭാഗ്യമുണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ആ ഭഗവാന്റെ ഒരു കാരുണ്യമാണ് പറയുന്നത്. ഈ നിഷാദ വംശത്തിൽ പിറന്ന ഒരു വ്യക്തിയുമായിട്ട് പോലും ആ ഭഗവാന്റെ ഒരു സൗഹൃദം, ഭഗവാന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന് ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. ഭഗവാന്റെ ആകെ ഒരു താല്പര്യം എന്ന് പറയുന്നാൽ ഭക്തി ഉണ്ടാവണം, ഹൃദയം ശുദ്ധമാകണം, അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഭഗവാൻ ആ ഗുഹനെ തൻ്റെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചത്. അങ്ങനെ ആ ഭഗവാനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, 500 തോണിക്കാരോട് പറഞ്ഞു, എല്ലാവരും തോണി കൊണ്ടുവരൂ, നമുക്ക് ഇവരെല്ലാവരെയും അക്കരെ കടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ തോണികളെ കൊണ്ടുവന്നു. ആ തോണിയിൽ അവരെല്ലാവരും അപ്പുറത്ത് ഗംഗയുടെ മറുകരയിലെത്തി, കാടിൻ്റെ ഭാഗമെത്തി. അടുത്തത് അവരാദ്യമായിട്ട് എത്തിച്ചേർന്നത് ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ, ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അങ്ങനെ ആ ഭരദ്വാജ മഹർഷി ആ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ഭരതകുമാരനെ വേണ്ടതുപോലെ പൂജിച്ച് ഉപചാരങ്ങളൊക്കെ അർപ്പിച്ചു. രാജകുമാരനാണ്, അപ്പോൾ വേണ്ട രീതിയിലുള്ള മര്യാദകളെല്ലാം പാലിച്ച് അദ്ദേഹത്തെ പൂജിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് ആനയിച്ചു. അപ്പോൾ ഭരതൻ്റെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്യാസിയെ പോലെ ഭരതൻ നിൽക്കുന്നു. മരവുരിയൊക്കെ അണിഞ്ഞ്, ജടാവൽക്കലങ്ങളൊക്കെ അണിഞ്ഞ്, ഒരു കാട്ടിലെ ഒരാൾ തപസ്സിന് ഇരിക്കുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ ഭരത, രാജ്യം ഭരിച്ച് ജനങ്ങളെ മുഴുവൻ പരിപാലിക്കേണ്ട നീ എന്തിനാണ് താപസന്മാരെ പോലെ ഇങ്ങനെ ജടയും അൽക്കലവും ഒക്കെ ധരിച്ച് ഒരു സന്യാസധർമ്മം അനുഷ്ഠിക്കുന്നത് എന്തിനാണ് ഭരത? ഇത് നിനക്കൊട്ടും ചേർന്നതല്ല. നിന്റെ അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് നീ രാജ്യം ഭരിക്കണമെന്നുള്ളതാണ്. ക്ഷത്രിയന്മാർക്ക് രാജ്യഭരണമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ സന്യാസമല്ല. നീ ഇപ്പോൾ ഒരു താപസനെ പോലെ ആയിരിക്കുന്നു ഭരത.
നിന്റെ ധർമ്മം രാജ്യം ഭരിച്ച് ആ രാജ്യത്തുള്ള പ്രജകളെ എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ട് ഇത് നിനക്ക് ഒട്ടും ചേർന്നതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭരതൻ വിങ്ങിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ മഹാമുനിശ്രേഷ്ഠ, അങ്ങക്ക് എല്ലാ കാര്യങ്ങളും ദിവ്യജ്ഞാനം കൊണ്ട് തന്നെ അറിയുന്നതല്ലേ? രാമാഭിഷേക വിഘ്നത്തിന് കാരണം ഞാനല്ല, എൻ്റെ കൺകണ്ട ദൈവമാണ് ശ്രീരാമചന്ദ്രൻ. എൻ്റെ ജ്യേഷ്ഠൻ്റെ മൃദുലമായിട്ടുള്ള ആ പാദങ്ങളാണ് സത്യം. ഞാൻ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ അമ്മയായിട്ടുള്ള ആ കൈകേയിയുടെ ദുഷിച്ച വാക്യങ്ങൾ മാത്രമാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഭൃത്യനായിട്ട് ആ പാദപത്മങ്ങളെ ഭജിച്ചാൽ കിട്ടുന്ന സുഖം മറ്റു ഭോഗങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുമോ? ആ രാമൻ്റെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് അയോധ്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാരെയും സമസ്ത പ്രജകളെയും രാമൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് രാമനെ ഈ കാട്ടിൽ വെച്ച് തന്നെ ഈ ഭൂമിയുടെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയാണ് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആയി ഞങ്ങൾ വന്നത്. എല്ലാ രാജകീയമായിട്ടുള്ള ആചാരങ്ങളും ഉപചാരങ്ങളോടും കൂടിയാണ് മഹർഷി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ചക്രവർത്തിയായിട്ട് ജ്യേഷ്ഠനെ ഈ ഭൂമിയുടെ ചക്രവർത്തിയാക്കി ജ്യേഷ്ഠനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ചതുരംഗ പടയോടുകൂടി ഞങ്ങൾ വന്നത് സ്വാമി എന്നൊക്കെ പറഞ്ഞു. വാദ്യഘോഷങ്ങളുണ്ട്, ആനപ്പടയുണ്ട്, തേർപ്പടയുണ്ട്, കാലാൾപ്പടയുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ രാമനെ ചക്രവർത്തി ആയിട്ട് വേണം എനിക്ക് അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുവാൻ. ഇതുകൂടി കേട്ടതും ആ ഭരദ്വാജ മഹർഷി ഭരതകുമാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഒരു പുത്രൻ എന്നുള്ള ആ ഒരു ഭാവമാണ് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായത്. ആ നെറുകയിൽ ഭരദ്വാജ മഹർഷി ഭരതനെ ചുംബിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയാൻ തുടങ്ങി. പറയുകയാണ്, ഭരത, തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നത് ലക്ഷ്മണനാണ് രാമനോട് ഏറ്റവും ഇഷ്ടമുള്ള സഹോദരൻ എന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഭരത, ലക്ഷ്മണനേക്കാൾ ഒരു പടി മുന്നിലാണ് നിനക്ക് രാമനോടുള്ള ഭക്തി, നിനക്ക് രാമനോടുള്ള സ്നേഹം, നിനക്ക് രാമനോടുള്ള വിശ്വാസം. മാതൃകയാണ് ഭരത നീ. എല്ലാ സഹോദരന്മാർക്കും ഭരത നീയും രാമനും തമ്മിലുള്ള സഹോദര ബന്ധം ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ, നിങ്ങളുടെ സാഹോദര്യത്തിൻ്റെ ആഴം. അങ്ങനെ കുറച്ച് കുശല പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം അവർ ചെയ്തിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ ആ ഭരതൻ്റെ ആശ്രമത്തിൽ അവർ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം ആ ഭരതനും അതുപോലെ തന്നെ ശത്രുഘ്നെയും സമസ്ത അയോധ്യ നിവാസികളും വസിഷ്ഠ മഹർഷിയൊക്കെ കാട്ടിൽ എത്തി എന്നറിഞ്ഞപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് സകല ഋഷി ശ്രേഷ്ഠന്മാരും ആ കാട്ടിലുള്ള എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും വന്നു. അപ്പോൾ അങ്ങനെ അവർ ഒക്കെ ആയിട്ട് കുറേ സമയം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം ഭരതൻ ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ജ്യേഷ്ഠൻ രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി വാഴുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്,
ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ ചിത്രകൂടത്തിലാണ് വസിക്കുന്നത്. ഇത് കേട്ടതും ആ ഭരതന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് കാണാമല്ലോ, എൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുവരാമല്ലോ. അങ്ങനെ അദ്ദേഹം മനസ്സിൽ ആകാശക്കോട്ട കെട്ടുകയാണ്. അങ്ങനെ ആ മഹർഷിമാരോടും സമസ്ത പ്രജകളോടും ഒപ്പം ഭരതൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ആ ഒരു പർണശാലയിൽ എത്തി. രാമനെ കണ്ടതും ഭരതനും ശത്രുഘ്നനും അമ്മയെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടി തൻ്റെ അമ്മ പശുവിനെ കണ്ടതുപോലെ രാമന്റെ സമീപത്തേക്ക് കരഞ്ഞുകൊണ്ട് തന്നെ ഓടി വന്നു. രാമനും തൻ്റെ മക്കളെ എന്ന പോലെ ഓടി ആ ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും അടുത്തേക്ക് ഓടിയെത്തി. തൻ്റെ ദീർഘമായിട്ടുള്ള കൈകൾ കൊണ്ട് രണ്ടനിയന്മാരെയും രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് മറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞു. മൂന്ന് പേർക്കും ആ പരസ്പരം കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം അടക്കാനാകുന്നില്ല. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒരു 4 ജ്യേഷ്ഠാനുജന്മാരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. അവർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ, കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ 4 പേരും തമ്മിൽ പരസ്പരം കാണുന്നത്. അപ്പോൾ ആ ഭരതനും ശത്രുഘ്നനും അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. കേകയ രാജ്യത്തെ രാജധാനിയിലായിരുന്നു വർഷങ്ങളായിട്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും സങ്കടമായി. കൗസല്യാദേവിയും സുമിത്രയും അതുപോലെ തന്നെ തൻ്റെ മക്കളെയൊക്കെ കണ്ടപ്പോഴുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചുണ്ടായി. അങ്ങനെ സീതാദേവി ഓടി വന്ന് തൻ്റെ അമ്മമാരെ പാദങ്ങളിൽ നമസ്കരിച്ചു. സമസ്ത അയോധ്യ വാസികളും അമ്മമാരും വസിഷ്ഠാദികളും ഗുരുനാഥന്മാരെയും ഒക്കെ കണ്ടപ്പോൾ രാമൻ പറയുകയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്, എല്ലാവരെയും എനിക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ. എന്നിട്ട് വീണ്ടും ഭഗവാൻ ചോദിക്കുകയാണ്, ഭരത, നമ്മുടെ അച്ഛന് സുഖം തന്നെയല്ലേ ഭരത? രാജ്യം നീ അപ്പൊ ഭരതൻ രാജാവാകാത്ത കാര്യമൊന്നും രാമൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ രാമൻ ചോദിക്കുകയാണ്, ഭരത, രാജ്യം നീ നന്നായിട്ട് ഭരിക്കുന്നില്ലേ? നിന്റെ ഭരണത്തിലെ പ്രജകളൊക്കെ സന്തുഷ്ടന്മാരല്ലേ? നീ മന്ത്രിമാരെയൊക്കെ നല്ല ആൾക്കാരല്ലേ മന്ത്രിമാരായിട്ട് വെച്ചിരിക്കുന്നത്? നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന, അതിനെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരെയല്ലേ നീ കൂടെ കൂട്ടിയിരിക്കുന്നത്? നന്മയും പ്രജകൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യാൻ മനസ്സുമുള്ള ആൾക്കാരല്ലേ നിന്റെ മന്ത്രിമാരായിട്ട് നിന്റെ രാജ്യസഭയിൽ ഉള്ളത്? എന്നിട്ട് പറയുകയാണ്, ജനങ്ങൾക്ക് കരം ഒരു നിശ്ചിത അളവിൽ കൂടുതൽ കൂട്ടാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾക്ക് കരം ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ രാജ്യത്തിനെതിരാവും. നീ അങ്ങനെയല്ലേ ചെയ്യുന്നത്? കരമൊന്നും ജനങ്ങൾക്ക് നീ കൂട്ടിക്കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു രാജാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ രാമൻ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ അച്ഛന് സുഖമല്ലേ? അച്ഛൻ ഞങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിന്റെ ദുഃഖം അച്ഛനുണ്ടോ? എന്നെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും സീതയെക്കുറിച്ചും അച്ഛൻ ചോദിക്കാറുണ്ടോ? നിങ്ങൾ കാട്ടിലേക്ക് വന്നപ്പോൾ എന്നോടും ലക്ഷ്മണനോടും പറയാനായി എന്തെങ്കിലും എൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടോ? ഞങ്ങളോട് പറയാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു അച്ഛൻ?
അച്ഛൻ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ലേ? അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ? അച്ഛന് സുഖമല്ലേ? ഇങ്ങനെ ഈ രാമൻ്റെ ഓരോരോ ചോദ്യം കേൾക്കുമ്പോഴും എല്ലാവർക്കും ഹൃദയം തകരുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ രാമൻ്റെ ഓരോ ചോദ്യം കേൾക്കുമ്പോഴും രാമൻ്റെ അമ്മമാരും ഭരതനും ശത്രുഘ്നനും ഒക്കെ കരയുകയാണ്. അയോധ്യ നിവാസികളും ഗുരുക്കന്മാരും കൗസല്യയും സുമിത്രയും കൈകയും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ ആ സമയത്ത് കൂടുതലായിട്ട് ദശരഥനെ കുറിച്ച് ഓർത്തു. ദശരഥനും രാമനും തമ്മിലുള്ള ഒരു ബന്ധം സീതാദേവി ചോദിക്കുന്നുണ്ട്. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും അങ്ങയുടെ അച്ഛന് അങ്ങയെ പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളല്ലേ, പിന്നെ എങ്ങനെയാണ് അങ്ങയെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത്ര സ്നേഹമായിരുന്നു ആ അച്ഛനും ആ മകനും തമ്മിൽ. അപ്പോൾ ആ രാമൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേൾക്കുമ്പോൾ ഈ അമ്മമാര് എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, തൻ്റെ മകനാണ് ചോദിക്കുന്നത്. ഭർത്താവ് തൻ്റെ അച്ഛൻ മരിച്ച കാര്യം അറിയാതെ കണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ രാമൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എല്ലാവരും? എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ അവിടെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷി രാമനോട് പറയുകയാണ്, രാമ, നിന്നെ പിരിഞ്ഞ ആ നിമിഷം മുതൽ ദശരഥ മഹാരാജാവ് സഹിക്കവയ്യാതെ വിരഹദുഃഖം അനുഭവിച്ചു. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും രാമനെയും ലക്ഷ്മണനെയും കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എപ്പോഴും രാമ രാമ സീതയെ ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു ദിവസം രാമ ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ പിതാവ് ദശരഥൻ ഇഹലോകവാസം വെടിഞ്ഞ് അച്ഛൻ ദേവലോകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അച്ഛൻ നമ്മെ വിട്ടുപോയി എന്ന വാക്കുകൾ കേട്ടതും രാമന്റെ ചെവിയിൽ ശൂലം കുത്തിയിറക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. രാമൻ അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ആ ഭൂമിയിലേക്ക് വീണു. ഇതുപോലെ തന്നെ ലക്ഷ്മണനും സീതയും ഒക്കെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. രാമൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ, അങ്ങെന്നെ പരിത്യജിച്ചല്ലോ. അങ്ങയെ 14 വർഷത്തിന് ശേഷം കാണാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങ് എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത്? അച്ഛാ, ഞാനിന്ന് അനാഥനായില്ലേ അച്ഛാ? ഇനി എന്നെ സ്നേഹത്തോട് എൻ്റെ അടുത്തിരുന്ന് എന്നെ ലാളിക്കാൻ എനിക്ക് ആരാണ് അച്ഛാ ഉള്ളത്? ഞാൻ അനാഥനായല്ലോ അച്ഛാ. എനിക്കിനി ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. എൻ്റെ അച്ഛനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ ഈ ശരീരം ത്യജിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രാമൻ പറഞ്ഞത് കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷി അവരെ 3 പേരെയും സമാധാനിപ്പിച്ചു. പറഞ്ഞു, അങ്ങ് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്, അങ്ങേക്കറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ജനിച്ചാൽ മരണം ഉറപ്പാണ്, ജന്മത്തോടൊപ്പം ഉള്ളതാണ് മരണവും എല്ലാം പറഞ്ഞ് അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ആശ്വസിപ്പിച്ചു. തുടർന്ന് അവർ മന്ദാകിനി നദിയിൽ കുളിച്ച് അച്ഛന് വേണ്ടിയുള്ള ഉദകക്രിയകളൊക്കെ ചെയ്തു. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതുതന്നെ പിതൃക്കൾക്കും സമർപ്പിക്കാം എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അച്ഛന് ആ പിണ്ടദാനമൊക്കെ രാമനും ലക്ഷ്മണനും ചെയ്തു. ഉദകക്രിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ അച്ഛൻ്റെ പരലോക പ്രാപ്തിക്ക് അവിടെ സുഖമായിട്ടുള്ള ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം രാമനും ലക്ഷ്മണനും ചേർന്ന് പിതൃകർമ്മങ്ങളെല്ലാം വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചു. തുടർന്ന് ഭരതരാഘവ സംവാദം. അപ്പോൾ ഭരതൻ
രാമനോട് പറയുകയാണ്, അല്ലയോ ജ്യേഷ്ഠ, ഞാൻ മാത്രമല്ല ജ്യേഷ്ഠ, സമസ്ത അയോധ്യ നിവാസികൾക്കും ആഗ്രഹം അങ്ങ് ഞങ്ങളുടെ രാജാവാകണം, അങ്ങ് ഞങ്ങളുടെ ചക്രവർത്തി ആകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങേ ചക്രവർത്തിയായിട്ട്, ആ ചക്രവർത്തിയെ എങ്ങനെയാണോ പ്രജകൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അങ്ങ് നോക്കൂ, എത്രമാത്രം സൈന്യങ്ങളാണ് അങ്ങേക്ക് ഉപചാരമർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അഭിഷേകത്തിനുള്ള എല്ലാ ദ്രവ്യങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ജ്യേഷ്ഠ. അതുകൊണ്ട് അയോധ്യയുടെ ചക്രവർത്തിയായി, ഈ ഭൂമിയുടെ രാജാവായി അങ്ങ് വാഴണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തിട്ടുള്ളതുപോലെ രാജ്യം അങ്ങാണ് ഭരിക്കേണ്ടത്. അങ്ങ് ഞങ്ങളെ പരിപാലിക്കണം. ജ്യേഷ്ഠൻ ആ ക്ഷത്രിയന്റെ ധർമ്മം നന്നായിട്ട് അറിയുന്ന ആളാണ്. പ്രജാപരിപാലനമാണ് ക്ഷത്രിയന്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം. അശ്വമേധാദി വാജപേയ യാഗങ്ങളെല്ലാം നടത്തി ഈ വിശ്വം മുഴുവൻ അങ്ങയുടെ കീർത്തി പരത്തി പുത്രന്മാരെയും ജനിപ്പിച്ച്, എന്നിട്ട് അങ്ങയുടെ പുത്രന്മാരെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടേ അങ്ങയ്ക്ക് വാനപ്രസ്ഥം ചെയ്യാൻ അധികാരമുള്ളൂ. നോക്കൂ, ആ ഭരതന്റെ ഒരു മനസ്സിന്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് വെച്ചു. അതായത് രാമൻ രാജാവായിക്കഴിഞ്ഞാൽ ആ രാമന്റെ മക്കള് ആണ് അടുത്ത രാജ്യം ഭരിക്കാനുള്ള അവകാശികൾ എന്നാണ് ഭരതൻ ഇവിടെ പറയുന്നത്. അല്ലാതെ തനിക്കോ തൻ്റെ മക്കൾക്കോ രാജാവാകാനുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. അത് ജ്യേഷ്ഠൻ്റെ കടമയാണ്, ജ്യേഷ്ഠൻ്റെ ധർമ്മമാണ് രാജ്യം ഭരിക്കുക എന്നുള്ളത്. ഇനി ജ്യേഷ്ഠൻ മക്കൾ വലുതായി കഴിഞ്ഞാൽ ആ സമയത്ത് വേണമെങ്കിൽ സന്യാസത്തിന് പോവാം, വാനപ്രസ്ഥത്തിന് പോവാം. പക്ഷെ അപ്പോൾ ജ്യേഷ്ഠൻ്റെ മക്കളെ രാജ്യം ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ ഭരതൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ആ ഭരതനെയാണ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് തെറ്റിദ്ധരിച്ചത്. എൻ്റെ അമ്മയുടെ ദുഷ്ചെയ്തികൾ ഒന്നും തന്നെ അങ്ങയുടെ മനസ്സിൽ വയ്ക്കരുത് ജ്യേഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് ഭരതൻ രാമൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ഞങ്ങളുടെ രാജാവാകാനായിട്ട് സമ്മതിക്കാതിരുന്നാൽ ഞാൻ അങ്ങയുടെ ഈ പാദങ്ങൾ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാദത്തിലേക്ക് ദണ്ഡ നമസ്കാരം ചെയ്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അങ്ങ് ചക്രവർത്തിയാകാൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ ഭരതൻ രാമൻ്റെ കാൽക്കൽ വീണ് കരയുകയാണ്. രാമൻ ഭരതന്റെ കൈ വിടിയിക്കാൻ നോക്കിയിട്ട് പോലും ഭരതൻ കൈവിടുന്നില്ല. ജ്യേഷ്ഠ, അങ്ങ് സമ്മതിക്കൂ രാജാവാകാമെന്ന്, അങ്ങ് അഭിഷേകത്തിന് സമ്മതിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഭരതനെ നിലത്ത് നിന്നും എഴുന്നേൽപ്പിച്ചു, പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഭരത, അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് 14 വർഷം കാട്ടിൽ പോയി താമസിക്കാനാണ്, ഒരു താപസനെ പോലെ. നിന്നോട് രാജ്യം ഭരിക്കാനുമാണ് അച്ഛൻ ആജ്ഞാപിച്ചിട്ടുള്ളത്. ഭരത, നീ ഒന്ന് ചിന്തിക്കണം. നമുക്ക് രണ്ടുപേർക്കും അച്ഛൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറിച്ചൊന്ന് ചിന്തിക്കാൻ, അച്ഛനിപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ വാക്യം അതുപോലെ നമ്മൾ രണ്ടുപേരും അനുസരിക്കാൻ യോഗ്യരാണ്. അച്ഛൻ്റെ വാക്ക് അലംഘനീയമാണ്. അച്ഛനെ അനുസരിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ് ഭരത, നമ്മുടെ കർത്തവ്യമാണ്.
ഏത് പുത്രനാണോ പിതാവിൻ്റെ വാക്യത്തെ ലംഘിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നോ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലായിരിക്കും സ്ഥാനം. അവൻ്റെ സ്ഥാനം നരകത്തിലായിരിക്കും. അതുകൊണ്ട് ഭരത, നീ രാജ്യത്തെ പരിപാലിക്കണം. ഞാൻ കാട്ടിൽ തന്നെയാണ് വസിക്കുന്നത്. ഇത് കേട്ട ഭരതൻ രാമനോട് പറയുകയാണ്, കാമുകനായിട്ടുള്ള, ശ്രീജിതനായിട്ടുള്ള, മൂഢമാനസനായിട്ടുള്ള, ഭ്രാന്തനും വയസ്സനുമായിട്ടുള്ള, മാത്രമല്ല രാജാവെന്നുള്ള ഒരു ഭാവം കൊണ്ട്, രാജസബുദ്ധി കൊണ്ട് ഉള്ളതാണ് നമ്മുടെ അച്ഛൻ ഇതൊക്കെ. അതൊന്നും ധർമ്മമല്ല, അതൊന്നും നാം അനുസരിക്കേണ്ടതില്ല ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആ ശ്രീരാമചന്ദ്രസ്വാമി ഭരതനോട് പറയുകയാണ്, നമ്മുടെ അച്ഛൻ ഒരിക്കലും സ്ത്രീകളുടെ വാക്ക് കേട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഭരത. ആഗ്രഹങ്ങളുടെ പുറകെ നടക്കുന്ന ആളുമല്ല, മൂഢനുമല്ല നമ്മുടെ അച്ഛൻ, സ്ത്രീജിതനുമല്ല. അച്ഛന് രാജസമായിട്ടുള്ള ഭാവവുമില്ല. നമ്മുടെ അച്ഛൻ കൈകേയി അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എന്താണ് പറഞ്ഞത്? സാഗരം വേണേ വറ്റി വരണ്ടു പോകാം, ഭൂമി വേണമെങ്കിൽ കീഴ്മേൽ മറിയാം, സൂര്യൻ വേണമെങ്കിൽ നാളെ ഉദിക്കാതിരിക്കാം, പക്ഷേ എങ്കിലും ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന ഞാൻ എൻ്റെ വാക്ക് മാറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് കൈകേയി അമ്മ ഈ 2 വരങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ വാക്ക് കള്ളമാവാൻ പാടില്ല. നാളെ അച്ഛനെ ജനങ്ങൾ പരിഹസിക്കും, കളിയാക്കും. മാത്രമല്ല, രാജാവ് അസത്യവാദി ആയാൽ ജനങ്ങളും അസത്യവാദികളാകും. രാജാവിനാകാം, എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം വരും. നിയമം ആരും അനുസരിക്കാതെ ഇരിക്കും. അതുണ്ടാവാൻ പാടില്ല ഭരത. നമ്മുടെ വംശത്തിലുള്ളവർ ജീവൻ കൊടുത്തും പറഞ്ഞ വാക്ക് സംരക്ഷിക്കും ഭരത. അതുകൊണ്ട് നീ അച്ഛനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുകയാണ്. നമ്മുടെ അച്ഛൻ അസത്യഭയം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ വാക്ക് സത്യമാക്കുക എന്നുള്ളത് പുത്രന്മാർ എന്നുള്ള രീതിയിൽ നമ്മുടെ കടമയാണ് ഭരത. സാധുജനങ്ങൾക്ക് നരകത്തിൽ കിടക്കുന്നതിലും ഭീതിയാണ് ഭരത അസത്യം പറയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭരത, നീ അച്ഛനെ തെറ്റു പറയരുത്. അപ്പോൾ ഭരതൻ പറയുകയാണ്, ജ്യേഷ്ഠ, ഞാൻ 14 വർഷം കാട്ടിൽ കഴിയാം. അങ്ങ് അയോധ്യയുടെ രാജാവാകാൻ സമ്മതിക്കണം. രാമൻ വീണ്ടും പറയുകയാണ്, അനിയ, രാജ്യം നീ ഭരിക്കണം എന്നാണ് അച്ഛൻ്റെ ആജ്ഞ. എനിക്ക് 14 വർഷം കാട്ടിൽ കഴിയണം എന്നാണ് ആജ്ഞ. പൂജ്യനായിട്ടുള്ള നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യത്യസ്തമായി അനുഷ്ഠിച്ചാൽ സത്യവിരോധം വരും. അത് നിർണയം. തീർച്ചയാണ് അതിൽ സത്യത്തിൽ വിരോധമാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഭരത. അപ്പോൾ അദ്ദേഹം പറയാണ്, ഭരതൻ പറയാണ്, ശരി എങ്കിൽ അങ്ങയോടൊപ്പം ലക്ഷ്മണനുണ്ടല്ലോ അങ്ങയെ പരിചരിക്കാൻ. അതുകൊണ്ട് അങ്ങ് എന്നെയും കൂടി ലക്ഷ്മണനെ പോലെ അങ്ങയെ പരിചരിക്കാനായിട്ട്, അങ്ങയെ ശുശ്രൂഷിക്കാനായിട്ട് അനുവദിക്കണം എന്ന് പറയുകയാണ്. എനിക്ക് കാട്ടിൽ വച്ച് അങ്ങയെ സേവിക്കാനുള്ള അനുവാദം നൽകാതിരുന്നാൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഈ കാട്ടിൽ തന്നെ കിഴക്കോട്ട് ദർഭ വിരിച്ചിരുന്ന്
പ്രായോപവേശം ചെയ്യും എന്ന് പറഞ്ഞു. പ്രായോപവേശം ചെയ്യാന്ന് പറഞ്ഞാൽ മരണം ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ജലപാനാദികളൊന്നുമില്ലാതെ അന്നപാനാദികളൊന്നുമില്ലാതെ ഭജിച്ച് അവസാനം ശരീരം ഉപേക്ഷിക്കുന്നതാണ് പ്രായോപവേശം. അങ്ങനെ ചെയ്യാൻ തയ്യാറായി ഭരതൻ. ദർഭയെടുത്ത് കിഴക്കോട്ട് തിരിച്ച് വിരിച്ച് പ്രായോപവേശം ചെയ്യാനായിട്ട് അവിടെ ഇരുന്നു. തൻ്റെ അനുജൻ തൻ്റെ മുമ്പിലിരുന്ന് മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ രാമൻ ഹൃദയമൊന്ന് പിടഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് ഭരതൻ അത്രയ്ക്കും അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. ആ ഭരതന്റെ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രാമൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെ ഒന്ന് നോക്കി. വളരെ ദയനീയമായ രീതിയിൽ. ആ നോട്ടത്തിൻ്റെ അർത്ഥം രാമൻ പറയാതെ തന്നെ വസിഷ്ഠന് മനസ്സിലായി. അങ്ങനെ ആ രാമന്റെ മനസ്സിലുള്ള ആശയം അദ്ദേഹം ഭരതനോട് പറയുകയാണ്. അല്ലയോ ഭരത, നീ ഇങ്ങനെ ബുദ്ധിയില്ലായ്മ കാണിക്കരുത്. നീ കരുതുന്നത് പോലെ രാമൻ ഇക്ഷ്വാകുകുലത്തിൽ ജനിച്ച വെറും ഒരു രാജകുമാരനല്ല. കുമാര, രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അദ്ദേഹം ഈ വംശത്തിൽ വന്ന് അവതാരം എടുത്തത് ബ്രഹ്മദേവന്റെയും മറ്റു ദേവന്മാരുടെയും അപേക്ഷ അനുസരിച്ചാണ്. ദുഷ്ടരാക്ഷസന്മാരുടെ ശല്യം ലോകത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ ക്ഷത്രിയന്മാരായ രാജാക്കന്മാർ പോലും ധർമ്മം തെറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിദേവി ബ്രഹ്മദേവനോട് സങ്കടം പറയുകയും ആ ബ്രഹ്മദേവൻ ഭൂമിദേവിയെയും കൂട്ടി വൈകുണ്ഠത്തിൽ പോയി ഭഗവാനോട് സങ്കടം പറഞ്ഞു. അങ്ങനെ ധർമ്മ സംരക്ഷണാർത്ഥം ഞാൻ രാമനായി ദശരഥന്റെ പുത്രനായി അവതരിക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് ഭഗവാൻ അയോധ്യയിൽ വന്ന് രാമനായി അവതരിച്ചത്, നിങ്ങളുടെ ജ്യേഷ്ഠനായി ജനിച്ചത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ഭരതന്റെ ആ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. തൻ്റെ ജ്യേഷ്ഠൻ സാക്ഷാൽ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയതും അദ്ദേഹത്തിൻ്റെ രാമന്റെ കാൽക്കൽ വീണ് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വസിഷ്ഠൻ പറയുകയാണ്, രാമന്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ കാട്ടിൽ 14 വർഷം ജീവിച്ചേ കഴിയൂ. അതുപോലെ തന്നെ നിന്റെ ജ്യേഷ്ഠത്തിയമ്മ സീതാദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. നിന്റെ അനുജനാകുന്ന ലക്ഷ്മണൻ പാലാഴിയിൽ ഭഗവാന് തൽപ്പമാകുന്ന സാക്ഷാൽ ആദിശേഷനാണ് നിന്റെ അനുജൻ. ഈ ലോകത്തിൻ്റെ മാതാവും പിതാവുമായി രാമനും സീതയും എന്ന് നീ അറിയണം ഭരത. ഈ ലോകത്തിന് തന്നെ മാതാവും പിതാവുമാണ് രാമനും സീതയും. ഇപ്പോൾ വനത്തിലേക്ക് വന്നിട്ടുള്ളത് ദേവകാര്യാർത്ഥം രാവണനെ വധിക്കുന്നതിന് വേണ്ടിയാണ്. 14 ലോകവും രാവണന്റെ ദുഷ്ടത കൊണ്ട് പൊറുതിമുട്ടി ഭരത. ഒരു മനുഷ്യനല്ലാതെ മറ്റാരാലും വധിക്കപ്പെടരുത് എന്ന് അവൻ വരവും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ സൂര്യവംശത്തിൽ അയോധ്യയിൽ അവതാരമെടുത്തത്. ഇതില് മന്ധരയുടെ വാക്യവും കൈകേയിയുടെ നിർബന്ധവും എല്ലാം ദേവന്മാർ തന്നെ അവരുടെ മനസ്സിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഭരത. അതുകൊണ്ട് നിന്റെ അമ്മയെയും അതുപോലെ തന്നെ മന്ധരയെയും നീ ദോഷദൃക്കിൽ കാണരുത്. അവരോട് നീ ദേഷ്യം പുലർത്തരുത്. നിന്റെ അമ്മയോട്
ഇത് എൻ്റെ വാക്യമല്ല ഭരത, ഇത് നിന്റെ ജ്യേഷ്ഠൻ രാമൻ്റെ വാക്യമാണ്. രാമന് വേണ്ടി, രാമനായിട്ട് തന്നെ ഞാൻ നിന്നോട് പറയുകയാണ്. ഈ രഹസ്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയും. അതുകൊണ്ട് നീ നിൻ്റെ അമ്മയെ പഴയ പോലെ അതേ സ്നേഹത്തോടു കൂടി തന്നെ നീ കാണണം. മന്ധരയോട് മോശമായി പെരുമാറരുത്, മോശമായി സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് രാമനെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിന്റെ ആ ഒരു ആഗ്രഹം ഇപ്പോൾ രാമന് സാധിച്ചു തരാൻ കഴിയില്ല ഭരത. അതുകൊണ്ട് രാമൻ്റെ ആജ്ഞ ഇതാണ്: നീ അമ്മമാരോടും മന്ത്രിമാരോടും അന്തമില്ലാത്ത നമ്മുടെ സേനയോടും കൂടി തിരികെ അയോധ്യ രാജധാനിയിലേക്ക് മടങ്ങണം. രാമൻ തിരികെ വരും, പക്ഷേ അത് 14 സംവത്സരത്തിന് ശേഷം രാവണവധം കഴിഞ്ഞ് രാമൻ തിരികെ അയോധ്യയിലേക്ക് എഴുന്നള്ളുകയുള്ളൂ. അങ്ങനെ വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിന് ആ ഒരു അത്ഭുതമാണ് ഉണ്ടായത്. അങ്ങനെ ആ ഭരതൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനുള്ള ആ സ്നേഹം മാറി ഭക്തിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവമാറ്റം, അദ്ദേഹത്തിൻ്റെ ഭക്തിയും ബഹുമാനവും ആദരവും എല്ലാമായിട്ട് മാറി. അങ്ങനെ ആ ഭരതനും ശത്രുഘ്നനും രാമനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ്: ജ്യേഷ്ഠ, അങ്ങ് തിരികെ അയോധ്യയിലേക്ക് മടങ്ങി വരുന്നത് വരെ അങ്ങയുടെ പാദ നമസ്കാരം ചെയ്യുന്നതിന് വേണ്ടി അങ്ങയുടെ പാദുകങ്ങളെ അയോധ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ പാദുക പട്ടാഭിഷേകം നടത്തി അങ്ങേക്ക് വേണ്ടി ഞാൻ ശത്രുഘ്നനോടും കൂടി രാജ്യം ഭരിക്കും. പക്ഷേ ഒരു സന്യാസി തുല്യനായിട്ട്, ഒരു താപസനെ പോലെ ആയിരിക്കും ഞാൻ. അങ്ങ് കാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അയോധ്യയ്ക്ക് പുറത്തൊരു ഗ്രാമത്തിൽ ഞാനൊരു താപസനെ പോലെ ജീവിച്ചുകൊണ്ട് അങ്ങയുടെ പാദുകങ്ങളെ അങ്ങായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് രാജ്യം ഭരിക്കുന്നത് പോലെ അങ്ങേക്ക് വേണ്ടി ഞാൻ ഭരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ രാമൻ തൻ്റെ പാദുകങ്ങളെ ഭരതന് കൊടുക്കുകയാണ്. ആ മെതിടി വളരെ ഭക്തി ആദരവോടുകൂടി ഭരതൻ സ്വീകരിച്ചു. എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠൻ്റെ പാദുകങ്ങളെ ജ്യേഷ്ഠന് ചാർത്താൻ കൊണ്ടുവന്ന ആ സ്വർണവും രത്നവും ആഭരണങ്ങളും എല്ലാം ആ മെതിടിയിൽ അലങ്കരിച്ചു. എന്നിട്ട് രാമനെ പ്രതിനിധാനം ചെയ്ത് സമസ്ത അയോധ്യാവാസികളെയും സാക്ഷിയാക്കി ആ പാദുക പട്ടാഭിഷേകം നടത്തി ഭരതൻ. എന്നിട്ട് ഭരതൻ കണ്ണുനീരോടുകൂടി പറയുകയാണ്: എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ് ഇന്നു മുതൽ നമ്മുടെ രാജാവ്. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ വെറും ഒരു ഭൃത്യനായി, ഒരു ദാസനായി ഞാൻ രാജ്യം ഭരിക്കാം. എന്നിട്ടും ഗദ്ഗതകണ്ഠനായിട്ട് ഭരതൻ രാമനോട് പറയുകയാണ്, തൊഴുകൈകളോടെ 14 സംവത്സരം പൂർത്തിയാകുന്ന ദിവസം സൂര്യോദയത്തിൽ അങ്ങ് തിരികെ അയോധ്യയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്വയം ചിതയൊരുക്കി അഗ്നിയിൽ ചാടി മരിക്കും, ഇത് സത്യം എന്ന് പറഞ്ഞു. ഭരതൻ്റെ ഈ പ്രതിജ്ഞ കേട്ടതും സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. തൻ്റെ അനുജന് തന്നോടുള്ള സ്നേഹം. അപ്പോൾ ഭഗവാൻ ഭരതനോട് പറയുകയാണ്, നിന്നെപ്പോലൊരു അനുജനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവാനാണ് ഭരത എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ഭരതനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല കുട്ടി, ഞാൻ 14 വർഷം പൂർത്തിയാകുന്ന ദിവസം, ആ ദിവസം തന്നെ അയോധ്യയിൽ ഞാൻ തിരികെ എത്തും. ഈ സമയം മാത്രമാണ് ഭരതനും ശത്രുഘ്നനും സമസ്ത അയോധ്യ നിവാസികൾക്കും മനസ്സിൽ ഒരല്പം സന്തോഷം നിറഞ്ഞത്. ഭഗവാൻ തിരികെ വരും എന്ന് പറഞ്ഞ ആ ഒരു നിമിഷം. കാരണം ഭഗവാന്റെ വാക്ക്
വെറും വാക്കാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഭഗവാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ. ആ വാക്ക് സത്യമാക്കാൻ ഭഗവാൻ എന്തും ചെയ്യും. ഉടൻ തന്നെ അങ്ങനെ ആ ഭരതനും ശത്രുഘ്നും പാതുകം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് രാമനെ പ്രദക്ഷിണം ചെയ്ത് തിരികെ അമ്മമാരും സമസ്ത അയോധ്യാവാസികളും യാത്രയായി. അങ്ങനെ അവർ തിരികെ പോയത് അവരുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിനുള്ളിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ആ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടായിരുന്നു. കാരണം രാമൻ കാട്ടിലേക്ക് വരുന്ന സമയത്ത് അയോധ്യാനിവാസികൾ എല്ലാവരും കാട്ടിലേക്ക് വന്നു. അവരുറങ്ങിക്കിടന്ന സമയം നോക്കി ഭഗവാൻ എന്ത് ചെയ്തു? രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് ആ ഘോരവനത്തിലേക്ക് കയറിപ്പോയി. കാരണം അവരുണർന്നു കഴിഞ്ഞാൽ രാമനെ വിടില്ല എന്ന് രാമന് കൃത്യമായിട്ടറിയാം. അപ്പോൾ ആ രാമനെ പിന്നീട് കാണാൻ പറ്റും എന്ന് അയോധ്യ നിവാസികളും വിചാരിച്ചില്ല. അപ്പം അങ്ങനെയാണ് ഭരതൻ്റെ ഒപ്പം കാട്ടിൽ പോയി രാമനെ തിരികെ വിളിക്കാനായിട്ട് അവർ എത്തിയത്. അങ്ങനെ ഭരതൻ 14 വർഷം കഴിഞ്ഞിട്ടും ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ സ്വയം ചിതയൊരുക്കി അതിൽ ചാടുമെന്ന് പറഞ്ഞപ്പോൾ രാമചന്ദ്രമൂർത്തി തിരികെ അയോധ്യയിലേക്ക് വരാം എന്ന് സമ്മതിച്ചത് അവരുടെ മനസ്സിൽ വളരെ ഒരു പ്രതീക്ഷയും സന്തോഷവും എല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് അവരുടെ ആ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ശ്രീരാമചന്ദ്രമൂർത്തിയെ പ്രതിഷ്ഠിച്ചവർ. അപ്പോഴാണ് അവർക്ക് അയോധ്യ നിവാസികൾക്ക് രാമൻ പോയതിനു ശേഷവും തൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് അവർക്ക് തോന്നിയത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് നിർത്തിയത്. ഇതുവരെയുള്ള എല്ലാ കഥാഭാഗങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ